ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കലേ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ. അപ്പോൾ കിതക്കണമെന്ന് നോക്കരുത് കേട്ടോ, ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെ കോത്തഗിരി കൽപ്പവൃക്ഷ റിസോർട്ടിൽ വന്നിക്കുകയാണ്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ, നല്ല വൈബാണ്. അപ്പോൾ നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാട്ടോ, നല്ല അടിപൊളി വൈബ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്, ഫുഡും എല്ലാം അടിപൊളിയാട്ടോ. എന്താ പറയുക, ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ബിരിയാണി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കിനാദിയിൽ ഷെഹലൻ്റെ ഫുഡായിരുന്നു, അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പം ഇതാ ഇനി നമ്മൾ കോത്തഗിരി ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോസ് ഒന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി നമ്മളിങ്ങനെ എല്ലാവരും കൂടി എവിടെയെങ്കിലും ഒന്ന് ചെറിയൊരു യാത്ര പോകണമെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ 14 പേരാണ് എപ്പോഴും കൂടുതൽ കേട്ടോ, പക്ഷേ അതിൽ 4 പേർക്ക് കൂടാൻ പറ്റിയിട്ടില്ല കേട്ടോ. റസിയാത്തിയും സെക്കിയും ഷബാന ബീഗവും ഷൈമ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം ഹയറായിട്ടോ, നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഇതാ കുന്നപ്പള്ളിയിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് തന്നെ ഷെർബിയും ഷാഹിയും ബസ്സിൽ കയറി വന്നു. അവർ പിന്നെ മനേ സ്റ്റാൻഡിലെത്തി. അവിടുന്ന് അസിയും കൂട്ടരൊക്കെ കയറി. പിന്നെ താഴെക്കോട് വന്ന് റംലാത്തിയും മരുമോളൊക്കെ കയറി. പിന്നെ ഇതാ എന്നെ എടുക്കാൻ വേണ്ടി ഇവിടെ നാട്ടുകളിലാണ് നിർത്തിയിട്ടോ. ഞാൻ ഇവിടെ ഭീമനാട് ആ റോഡ് വഴി നാട്ടുകളിൽ റോഡിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ യാത്ര ഇങ്ങനെ പോയി. നമ്മൾ പാലക്കാട് എത്തിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതാ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മളിങ്ങനെ കോയമ്പത്തൂർ മേട്ടുപ്പാളയം റൂട്ടാണ് പോയത് കേട്ടോ കോത്തഗിരിക്ക്. പിന്നെ നമ്മൾ മടങ്ങുമ്പോൾ ഊട്ടി കൂടെ മടങ്ങി കേട്ടോ. അപ്പോൾ അതാ വീഡിയോസൊക്കെ ഒന്ന് കാണാം. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് സോറിയൊക്കെ പറഞ്ഞ് ബസ്സിൽ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടാത്തവരെ കൊണ്ടൊക്കെ പാടിപ്പിച്ച്. എല്ലാവരും പാട്ടുകാരികളാട്ടോ, എല്ലാവരും നന്നായിട്ട് പാടും കേട്ടോ. അപ്പോൾ എല്ലാവരും പാട്ടും ആസ്വദിച്ച് നമ്മളിങ്ങനെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ കൽപ്പവൃക്ഷ റിസോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല വെജിറ്റബിൾസിൻ്റെ കോളിഫ്ലവർ, അതുപോലെ ക്യാരറ്റ്, ഉള്ളി, അങ്ങനെയുള്ള ഒരുപാട് കൃഷിയുടെ തോട്ടങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടെ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, അടുത്തൊക്കെ പോയിട്ടൊന്ന് വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം ഉണ്ടായില്ല, നമുക്ക് ഇവിടെ തന്നെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ നമ്മളിവിടെ റിസോർട്ടിലെത്തി. ഇതിങ്ങനെ കൽപ്പവൃക്ഷ എന്ന് പറഞ്ഞ ഈ റിസോർട്ടിൻ്റെ ഭാഗത്ത് ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഏതാണെന്ന് മനസ്സിലാവണുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പം നമ്മളെ സ്വീകരിക്കാൻ അവിടെ ഏർപ്പാടാക്കിയ ജോലിക്കാരൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്ന പാടന്നെ നമ്മൾ ലഗേജൊന്നും അകത്ത് വെക്കാനൊന്നും ഒഴിവില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇട്ട ഡ്രസ്സിലൊരു ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ടോ. അപ്പോൾ മക്കളെ, നമ്മളിതാ ഇവിടെ കോത്തഗിരി കൽപ്പവൃക്ഷ റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ ഉച്ചയ്ക്കുള്ള നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വഴിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടിപൊളി സ്ഥലം കേട്ടോ, എല്ലാവരും നല്ല വൈബിലാണ് കേട്ടോ. അപ്പം ഞാൻ റൂമിൽ ചെല്ലട്ടെ. അപ്പം എന്താ റൂംസൊക്കെ അടിപൊളിയായിട്ടോ, എന്താ പറയുക, നല്ല സെറ്റപ്പിലാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 2-3-4 സ്റ്റെപ്പായിട്ടാണ്. 4-5 ബെഡ്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആയിരുന്നു. പിന്നെ നമുക്ക് അതിൽ എക്സ്ട്രാ ബെഡും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ബെഡായിരുന്നു. അതുപോലെ എന്താ പറയുക, നല്ല വലിയൊരു ഹോള് പോലെ ഒരു ലിവിങ് റൂം നമുക്ക് ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാൻ. അതുപോലെ പുറത്ത് നല്ല ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ബാൽക്കണി, എല്ലാ റൂംസൊന്നും പുറത്തേക്ക് ബാൽക്കണി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്തൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നോക്കുന്ന ഒരു വൈബ് അടിപൊളിയായിട്ട്. മുന്നിൽ ഇങ്ങനെ ഒരു തടാകം പോലെ. അപ്പോൾ അതാ നമ്മൾ ബസ്സിൽ നിന്ന് ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് വലിയ വിശപ്പില്ല, എന്നാൽ തണുപ്പിൽ ചെന്നപ്പോൾ നല്ല വിശപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിക്കാനുള്ള ആക്രാന്തത്തിലാണ് കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ചിക്കൻ ബിരിയാണി. നമ്മുടെ റംലാത്തൻ്റെ വക നല്ല പിക്കിൾസ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അസിയുടെ വക കൂവ വരകിയത്, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ സാഹി കൊണ്ടുവന്നിരുന്നു, ഷർബി കൊണ്ടുവന്നിരുന്നു. എല്ലാവരും ഓരോന്ന് കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഓർഡർ കിട്ടി, എല്ലാവരും റെഡി ആയിക്കോളി, കഫ്താനിട്ട് ഇറങ്ങണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അസി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ, ജീൻസ്, കഫ്താനി, അങ്ങനെ പിന്നെ നമ്മൾ സാധാ നോർമൽ ഡ്രസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെന്ന് ഇടാൻ തന്നെ നമ്മൾ കഫ്താനി ഇട്ട് ഇറങ്ങി എല്ലാവരും കേട്ടോ. ഒരു വീഡിയോസൊക്കെ എടുക്കണം, റീൽസിന് ഒരു വീഡിയോസ് എടുക്കണം തിരക്ക്. അപ്പോൾ നമ്മുടെ ഡാൻസ് മാഷ് നമ്മുടെ റെസ്റ്റിലും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സൂര്യൻ അസ്തമിക്കാറായത് കേട്ടോ. അപ്പോൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ അവിടെ ഇരുന്നിട്ടും നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് സോറിയൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ അത്.
അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാട്ടിൻ്റെ വീഡിയോ ഒപ്പിച്ചു കിട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ശ്രീകുട്ടൻ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ആ കുട്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഒരു വീഡിയോ സെറ്റാക്കി എടുക്കണമെങ്കിൽ. എനിക്കതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി എടുക്കണം. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ശരിയായിട്ട് വീണ്ടും എടുപ്പിക്കിട്ടും. അപ്പോൾ കുറച്ച് പണിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സമയം ഇരുന്നപ്പം തണുപ്പ് വരാൻ തുടങ്ങിയിട്ടോ. പിന്നെ നമ്മളിതാ അകത്ത് കയറി എല്ലാവരും സെറ്ററൊക്കെ ഇട്ട് ഇനി രാത്രി വൈബാണ് കേട്ടോ. നമ്മൾ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒന്നുമില്ല, എന്നാലും നമ്മൾ ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു അകത്ത് കേട്ടോ. അപ്പം രാത്രി ഡിന്നറൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫുൽക്ക റൊട്ടിയും ചപ്പാത്തിയും നല്ല ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കിടന്നുറങ്ങിയപ്പോൾ ഒരു 12:30 മണിയായിട്ട്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. 5:45 എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളതാ ബാൽക്കണിയിൽ നിന്ന് പുറത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. നല്ല രസം. അതിനിടയ്ക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഡ്രസ്സ് ഒരാൾ ജീൻസ് ഇട്ടപ്പോൾ എല്ലാവരും ജീൻസ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. തണുക്കുന്നുണ്ടോ? അപ്പം ഒരാൾ ജീൻസ് ഇട്ട് എല്ലാവരും ജീൻസ് ഇട്ട്. അപ്പോൾ എല്ലാവരും ജീൻസ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ജീൻസും ടോപ്പും അതിന് മേലെ സെറ്ററൊക്കെ ഇട്ട് പുറത്തിറങ്ങി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ മേലേക്ക് ഒരു കുന്ന് കയറാനുണ്ട്. റോഡ് തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അങ്ങോട്ട് കുന്ന് കയറാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ വർക്കൗട്ടുകാരൊക്കെ നമ്മുടെ യോഗ ട്രെയിനറും യോഗ ടീച്ചറും അതുപോലെ സുംബ ട്രെയിനറൊക്കെ മേലേക്ക് കയറി കേട്ടോ. ഞങ്ങൾ കുറച്ച് ആൾക്കാർ താഴേക്ക് പോകുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നല്ല സൈറ്റായിരുന്നു കേട്ടോ. നമ്മൾ വല്ല യൂറോപ്യൻ രാജ്യത്തൊക്കെ പോയ പോലെ ആയിരുന്നു കേട്ടോ. 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കും. ഇതിവിടെ എന്തോ വർക്ക് തുടങ്ങാൻ തോന്നുന്നു കേട്ടോ. കമ്പിയൊക്കെ എന്താ പറയുക പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചങ്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ആ ഭാഗത്ത് കൂടെ മേലൊക്കെ അങ്ങ് കയറി പോയിട്ടുണ്ട് കേട്ടോ. ഒരു അഡ്രസ്സും ഇല്ല. അപ്പോൾ ഇതാ ഈ സൈഡിലൂടെയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചൺ കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 പണിക്കാരൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് 9 വർഷമായി എന്നാണ് പറഞ്ഞത് കേട്ടോ. 9 years അല്ലേ? ഓക്കെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലി സാമ്പാർ ചട്നി നല്ല ദോശ നല്ല ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിനി ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തും ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചുരിദാർ ഇട്ടു. അപ്പോൾ എനിക്കതൊരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പോൾ വീണ്ടും ജീൻസും ടോപ്പൊക്കെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നമ്മളിതാ ഊട്ടി വഴിയാണ് നാട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഊട്ടിയിലൊരു കർണാടക ഗാർഡൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഊട്ടി വഴി പോവാം കേട്ടോ. അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ മടങ്ങിയത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.